കണ്ടിട്ടാണോ ഷാനു സിനിമക്ക് വന്നത്? ഒരു പരിധി വരെ അങ്ങനെയാണ്. യൂട്യൂബ് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് റിവ്യൂ പ്രത്യേകിച്ച് താല്പര്യമില്ല. അല്ലാതെ ഉള്ള റിവ്യൂസ് ഒക്കെ നോക്കാറുണ്ട്. കൊക്കിന്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര രൂക്ഷമായിട്ട് ഒരു സിനിമേനെ ഭയങ്കരമായി വിമർശിക്കുന്ന ഒരു രീതി, പുള്ളി പറയുന്ന പല കാര്യങ്ങളോടും ഭാഷാ രീതി, അതെനിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ലാത്ത കാര്യമാണ്. ഭയങ്കരമായി ഒരു പടത്തിനെ വലിച്ചു കീറുക എന്നുള്ളൊരു സാധനം, അതില് നല്ലതും ഉണ്ടാവും മോശം ഉണ്ടാവും, അത് രണ്ടും അങ്ങനെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അത് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. കംപ്ലീറ്റ്ലി ഒരു പടം പുള്ളി അങ്ങോട്ട് മോശമാണ് എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. പുള്ളി അങ്ങനെ മോശമാണ് എന്ന് പറഞ്ഞ പടങ്ങള് ഹിറ്റടിച്ച പടങ്ങളും ഉണ്ട്. മമ്മൂട്ടിയുടെ ഭീഷ്മർവോ ഒക്കെ അതിനൊരു എക്സാമ്പിളാണ്. റിവ്യൂ ഇതിവിടെ ഹസൻ കോക്കിന്റെ ആരാധകൻ ജിബിനെ കോക്കിന്റെ റിവ്യൂ കണ്ടിട്ടാണോ പോന്നെ? ഞാൻ കോക്കിന്റെ റിവ്യൂ അങ്ങനെ കണ്ടിട്ട് സിനിമ കാണാൻ പോയിട്ടില്ല. കോക്കിന്റെ റിവ്യൂ അങ്ങനെ എല്ലാ കാണുന്ന ശീലമില്ല. പക്ഷെ കാണും. അതായത് പ്രധാന സിനിമകളും ഇപ്പം പുതിയതായിട്ട് ഇറങ്ങുന്ന ചില സിനിമകളൊക്കെ ഉണ്ടല്ലോ, സൂപ്പർ സ്റ്റാറുകൾ അഭിനയിച്ച പടങ്ങളൊക്കെ, അതുവഴി ബന്ധപ്പെട്ട റിവ്യൂസ് ഒക്കെ കാണും. അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഷാനു പറഞ്ഞ പോലെ സംസാര ശൈലിയോട് എനിക്കങ്ങനെ പൂർണ്ണമായിട്ട് വലിയ എതിർപ്പൊന്നുമില്ലെങ്കിലും വ്യക്തിഹത്യയിലൂടെ എനിക്ക് എതിർപ്പുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സിനിമകൾ അദ്ദേഹം ചില സിനിമകൾ അടച്ചാക്ഷേപിക്കുന്ന ഒരു പരാമർശമുണ്ട്. അതിലൂടെ എനിക്ക് വലിയ തെറ്റൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മൾ 250 രൂപ കൊടുത്ത് 300 കൊടുത്താണ് സിനിമ കാണുന്നത്. ഈ ഒരു സിനിമയുടെ ഇപ്പോൾ ഒരു പറയും, സിനിമാക്കാർ പറയും ഇത് കോടികളുടെ വ്യവസായമാണ്. ഒരു കൂലിപ്പണിക്കാരനല്ല ഒരു സാധാരണക്കാരൻ വന്ന് സിനിമ കാണുന്നത്, അവൻ്റെ ഫാമിലി ആയിട്ട് വന്ന് കാണുമ്പോൾ 1000 രൂപ 1200 രൂപയ്ക്ക് ടിക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവരെന്തും തീർച്ചയായിട്ടും വിമർശിക്കാനുള്ള അവകാശമുണ്ട്. ഈ സിനിമക്കാർ പറയുന്നത് ഞങ്ങളെ ആരും വിമർശിക്കരുത്, ഞങ്ങൾ എന്ത് ചപ്പും ചവറെടുത്താലും നിങ്ങൾ കണ്ടോളൂ, ഞങ്ങളെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് സിനിമയെ തകർക്കുന്നതിന് തുല്യമാണ്. അത് തന്നെയാണ് കോക്ക് പറയുന്നത്. അതായത് വിമർശിക്കുന്നവരെല്ലാവരും സിനിമയെ തകർക്കുന്ന ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടവർ പറയുന്ന പോലെ തന്നെയാണ് കോക്കിന്റെ ചില റിവ്യൂല് പറയുന്നുണ്ട്. സിനിമയുടെ അതായത് ഒരു സിനിമയുടെ എവിടെയാണ് ഫോൾട്ട് എന്നും പുള്ളി പ്രത്യേകിച്ച് പറയുന്നില്ല. പക്ഷെ പുള്ളി കോമൺ ആയിട്ടൊക്കെ പറയുകയാണ്. അപ്പം പുള്ളിക്ക് പറയാനുള്ള ഒരു അവകാശമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട ഒരാൾക്ക് സിനിമ മോശമാണോ ചീത്തയാണെന്ന് പറയാനുള്ള അവകാശമുണ്ട്. അതിൽ വലിയ തെറ്റൊന്നുമില്ല. അതിപ്പം കോക്കാണെങ്കിലും ഇപ്പം ഉണ്ണി ബ്ലോഗ്സ് ആണെങ്കിലും ആർക്കാണെങ്കിലും പറയാനുള്ള അവകാശമുണ്ട്, വിമർശിക്കാനുള്ള അവകാശമുണ്ട്. ആ വിമർശനത്തെ തള്ളി പറയാനുള്ള ഒരു യാതൊരു അവകാശവും സിനിമയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഇല്ല. ഒരു നായകരുടെ തട്ടറിയില്ല. കാരണം അവരെന്നും സ്തുതി പാഠനം മാത്രം കേട്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല, വിമർശനം കേൾക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പൈസ കൊടുത്തി അല്ലെ കൊടുത്ത് സിനിമ കാണുമ്പോൾ തീർച്ചയായിട്ടും വിമർശനം ഉണ്ടാവും. നല്ല സിനിമ വിജയിക്കും, അല്ലാത്ത വിജയിക്കില്ല. ഒരു ഇത് പ്രത്യേകിച്ച് ഒരു പബ്ലിസിറ്റി ഇല്ല, ഒരു പോസ്റ്റർ പോലും ഇല്ലാതെ ഒട്ടിക്കാതെ ഹിറ്റ് അടിച്ച സിനിമകളുണ്ട്. അതുപോലെ തന്നെ ചെറിയ ബജറ്റിൽ ഇറങ്ങി വലിയ ഹിറ്റ് നേടിയ സിനിമകളുണ്ട്. അങ്ങനെയുള്ള സിനിമകൾക്കൊന്നും ഈ പറയുന്ന പോലെ വലിയ റിവ്യൂ ഒന്നും കിട്ടി മുമ്പോട്ട് വന്നതല്ല. അതൊക്കെ ഈ മൗത്ത് പബ്ലിസിറ്റിയോടെ കയറി മുമ്പോട്ട് വന്ന സിനിമകളാണ്. അതിനാൽ തന്നെ കോപ്പിന്റെ റിവ്യൂവിനോട് എനിക്ക് തെറ്റൊന്നും പറയാനില്ല. പറയണം, ഇതുപോലെ തന്നെ പറയണം. പക്ഷേ ഇങ്ങനെയുള്ളൊരു വിമർശിക്കണം. എപ്പോഴും ഇത്രയും സിനിമാക്കാരെ പൊക്കി പറയേണ്ട ആവശ്യം ഇവരൊന്നും പറയാനുണ്ട്. അതിന് വേണ്ടി സമരം നടത്തുന്നവരാണ്. ഇവര് സമരം നടത്തട്ടെ, വോട്ടിടട്ടെ, ഒരു തെറ്റുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് കാണുന്ന നാട്ടുകാരും ജനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഈ സിനിമക്കാരും എല്ലാം നിലനിൽക്കുള്ളൂ. ഇവരൊന്നും അതിനുണ്ടാകും ഞങ്ങൾ സിനിമ വ്യവസായങ്ങൾ കൂട്ടുകയാണ് തയ്യാറാണ്. കൂട്ടട്ടെ, കൂട്ടിയിട്ട് അതുപോലെ ഹോട്ടലോ അല്ലാതെ ജനങ്ങളുണ്ടെങ്കിൽ മാത്രമേ സാധനം നിലനിൽക്കുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള ബോധം ഇതുവരെ ഇവർക്കുണ്ടായിട്ടില്ല. നല്ല സിനിമകൾ ഇറങ്ങി വിജയിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ കോടിക്കണക്കിന് പൈസ മുടക്കി വലിയ സൂപ്പർ സ്റ്റാറുകൾ ഉൾപ്പെടുത്തിയ സിനിമകളാക്കി വിജയിച്ചില്ല. അതിന് ചെറിയ സിനിമകൾ വന്ന് വിജയിക്കുന്നുണ്ട്. അത് ആരുടെയിലെ നേട്ടമാണ്. കാഴ്ചക്കാരുടെ അതായത് കാഴ്ചക്കാർക്ക് എന്താണ് വേണ്ടത് അത് അവിടെ കിട്ടുന്നുണ്ട്, അവർ വിജയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ സംഭവിക്കുന്നത്. അല്ല കോക്കിന്റെ റിവ്യൂ കൊണ്ട് സിനിമ പൊട്ടുവോ അല്ലെങ്കിൽ സിനിമ വിജയിക്കുകയും ചെയ്യുന്നില്ല. ആദ്യം ഷാനു പറഞ്ഞല്ലോ കോക്കിന്റെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ സിനിമ ഇപ്പം വിജയിച്ചിട്ടുണ്ട്. അപ്പം അതിൽ വലിയ കോൾട്ട് നിനക്കും തോന്നുന്നില്ല. നെഗറ്റീവ് പറഞ്ഞാലും വിജയിക്കുന്നുണ്ട്, പോസിറ്റീവ് പറഞ്ഞാലും ചിലപ്പോൾ ഫ്ലോപ്പ് ആവുന്നുണ്ട്. പക്ഷെ അതിലായിരുന്നല്ലേ. പിന്നെ ഇവരിപ്പോൾ പറഞ്ഞാല് കോക്കിന്റെ ഭാഷയെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ വ്യക്തിഹത്യനെ കുറിച്ച് പറയുന്നുണ്ട്. അത് വ്യക്തിഹത്യ എന്തായാലും നമുക്ക് പറഞ്ഞാൽ ആരും വ്യക്തിഹത്യ അത്ര യോജിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഭാഷയുടെ കാര്യം തോന്നുന്നത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ ആ ഭാഷയൊക്കെയാണ് പൊതുവെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ കോക്കി നമ്മൾ എടുത്ത് പറയാനും കോക്കിങ്ങനെ ശ്രദ്ധിക്കപ്പെടാനും കാരണം ഈ ഭാഷ തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ 100 കണക്കിന് ബ്ലോഗർമാരുണ്ട്. ഈ അലിജോസ് പെരേരി വാറാക്കണമെന്നൊക്കെ റിവ്യൂ പറഞ്ഞിട്ടാണ് വൈറലായത്. അവർ ഡാൻസ് വെച്ച് വൈറലായി. അല്ല അവര് എല്ലാവരും മാർക്കറ്റിംഗ് ആണ് ഈ സിനിമ. അല്ല റിവ്യൂ അവര് പ്രതികരിച്ചിട്ടാണ് വന്നത്. ഈ വനിതാ വിനീതരെ പുറത്തു വന്നിട്ട് ഡാൻസ് കളിച്ച് പറഞ്ഞിട്ടാണ് ഇവര് ഫേമസ് ആയത്. അവരവരെ മാർക്കറ്റ് ചെയ്യുന്നു. കോക്കിന്റെ ഇതിൽ കോക്കിനെ മാർക്കറ്റ് ചെയ്യുന്നു. സിനിമ അതുപോലെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൊണ്ടുവരുന്ന മാർക്കറ്റിംഗും PR ടീം ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് അതിന്റെ ഇതിൽ ശ്രദ്ധിക്കപ്പെടാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവന്ന് നടക്കും. ധ്യാൻ ശ്രീനിവാസന്റെ സിനിമ നമ്മൾ പറയും, ധ്യാനും ഈ വിഷയത്തിൽ കോക്കിന്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നു. ധ്യാന്റെ സിനിമ എത്ര സിനിമ വിജയിച്ചിട്ടുണ്ടെന്ന് ധ്യാൻ തന്നെ പറയാറുണ്ട്. പക്ഷെ ധ്യാൻ ഇന്റർവ്യൂ ഹിറ്റ് ആവുന്നുണ്ട്. ധ്യാന്റെ മേഖല വേറെയാണ്. ആ സിനിമ വരുന്നത് സിനിമയെക്കാൾ ഇന്റർവ്യൂ ഹിറ്റ് ആവാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരാളുടെ ഈ ഓരോ കമ്മ്യൂണിക്കേഷൻ രീതി അല്ലെങ്കിൽ ഒരു ഹിറ്റ് അടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു.
കോക്കി ഈ പറഞ്ഞ പോലെ കോക്കി ഇപ്പൊ ഉണ്ടായ വിവാദം അതിന്റെ മെറിറ്റിലേക്ക് നമ്മൾ പോകുന്നില്ലെങ്കിൽ കൂടി ആ ഭാഷ അയാൾ ഉപയോഗിക്കുന്ന ഭാഷ അതുകൊണ്ട് അതിന് ഫോളോവേഴ്സ് ഉണ്ട് എന്നതുകൊണ്ട് അത് അയാൾ നല്ല കാര്യം ചെയ്യുന്നല്ല. ഈ പറഞ്ഞ പോലെ ആ ഭാഷ തന്നെ ഉപയോഗിക്കണം അങ്ങനെ വരണം എന്ന് പറയുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ സിനിമ പല 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 തലമുറയെ ബാധിക്കുന്നതാണ്. അപ്പൊ ഈ കോക്കിനെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ കാണുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഈ രീതിയിലേക്ക് ഭാഷ ഇതായി പോയില്ലേ, ഒരു തലമുറ ഒത്തി ഇങ്ങനെ പോയില്ലെങ്കിൽ ചില ന്യായമായ ചോദ്യം തന്നെയാണ്. അങ്ങനെ പോകാൻ പാടില്ല. പക്ഷെ കോക്കിന്റെ രീതി കാണുന്ന രീതിയിലാണ് അയാൾ സിനിമയെ കുറിച്ച് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ സിനിമ ഓർമ്മ നെഗറ്റീവ് പറഞ്ഞ സിനിമ ഹിറ്റ് ആയിട്ടുണ്ട്, നേരെ കുറച്ച് പൊളി ഫ്ലോപ്പ് ആവുന്നുണ്ട്. അപ്പൊ ജിബി നേരത്തെ പറഞ്ഞാൽ തന്നെ അത് പറയാനില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ഈ വിഷയം നടക്കുമ്പോൾ ഒരു ചാനലിന്റെ വാർത്തയുടെ കമന്റ് ബോക്സ് കണ്ടിയാണ് നിയമനിർമ്മാണം നടത്തണം, ഒന്നാമത്തെ ദിവസം റിവ്യൂ പറയാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച റിവ്യൂ പറയാൻ വേണ്ടി പാടില്ല. അതിൻ്റെ ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ സിനിമ ഈ പറഞ്ഞാൽ തന്നെ OTT വന്നിട്ട് ഹിറ്റാവുന്ന സിനിമയുണ്ട്. അപ്പം ആടുന്നുള്ള സിനിമ നമ്മൾ ഫസ്റ്റ് ഒന്നാമത്തെ ആടിന്റെ നമ്മൾ കണ്ടിയാണ് അതെങ്ങനെ ഹിറ്റായത്. അപ്പം ഈ റിവ്യൂ പറഞ്ഞതിനെ കൊണ്ട് ഇതൊന്നും പറ്റായിക്കൊന്നുമില്ല. അപ്പം റിവ്യൂ പറയുന്നവർക്ക് അവരും ജീവിക്കുവാണ്. ഇവർ പറഞ്ഞ പോലെ ഒരു വലിയ വ്യവസായത്തിന്റെ ഓരോ സൈഡിലായിട്ടാണ് വരുന്നത്. പക്ഷെ ഈ റിവ്യൂ പറയുന്നത് പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറേനെ എവിടേക്കോ റിവ്യൂ കൊണ്ട് അവരതിലേക്ക് നോക്കി കണ്ടാണ് സിനിമ സ്വാധീനിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടില്ലേ? ഇതൊരു യൂട്യൂബ് ചാനൽ കണ്ടന്റ് എന്നതിനപ്പുറത്തേക്ക് ഈ റിവ്യൂ പറയുന്നത് ആൾക്കാരെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. കാരണം ഈ വെറൈറ്റി, ഇപ്പൊ ലിജിൻ പറഞ്ഞ പോലെ വെറൈറ്റി കണ്ടന്റ് അത് വെറൈറ്റി ആയിട്ട് അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനൊരു മത്സരം തന്നെ പല യൂട്യൂബ് ചാനലിനും ഇപ്പൊ കോക്കിൻ്റെതായ രീതിയിൽ നടത്തുന്നു. പക്ഷെ ഒരിക്കലും ഈ റിവ്യൂകള് ഒരിക്കലും സിനിമയെ ബാധിക്കുന്നില്ല എന്നതിനോട് ഏറ്റവും വലിയ യോജിപ്പ്. പിന്നെ ഇതൊരു ഇപ്പം നമ്മൾ നടന്ന കോക്കിന് വിഷയം പറയാൻ കാരണമായ സിനിമ അംഗ അട്ടഹാസം എടുക്കുകയാണെങ്കിൽ എനിക്കതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്തിട്ട് സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അല്ലാണ്ട് അതിലേക്ക് ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ല. നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്തിട്ട് സിനിമേനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പടങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ഏറ്റവും വലിയൊരു മാർക്കറ്റിംഗ് ആണ്. നമ്മളിപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റി ഏറ്റവും വലിയൊരു പബ്ലിസിറ്റി തന്നെയാണ്. നമ്മളിപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ നോക്കിയാൽ അങ്ങനെ കാണാറുണ്ട്. ഞാൻ നേരെ പറഞ്ഞ അലിഞ്ചോസ് പറയും ആറാട്ടാണെങ്കിലും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അവർ പബ്ലിസിറ്റി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അവരിപ്പം ഈ ഫീൽഡിലല്ല, കല്യാണത്തിന് മറ്റും പോയിട്ടൊക്കെ അവർ ജീവിച്ചു പോകണം. ഒരു രീതി അവരങ്ങനെ ആവട്ടെ. അതിൽ ഇതാവുന്ന സമയത്ത് നമ്മൾ ആറാട്ടാണെന്റെ ഒരു അസുഖം എന്ന് പറഞ്ഞു വരുന്നതൊക്കെ ഒന്ന് മാർക്കറ്റ് റീഡിയുമ്പോൾ കൊണ്ടുവരുന്നതാണ്. അവരുടെ രീതി അവിടെ അങ്ങനെ പോകുന്നതാണ്. പക്ഷെ ഈ പറഞ്ഞ തന്നെ റിവ്യൂ പിന്നെ ഷാനു പറഞ്ഞൊരു പോയിന്റോട് തരുന്നുണ്ട്. ചെറിയൊരു ശതമാനം ആൾക്കാരെങ്കിലും അത് കണ്ടിട്ട് പോകാതിരിക്കുന്നുണ്ട്. പക്ഷെ അത് പിന്നെ അത് ഏത് ഇതിനും വരുന്നുണ്ടല്ലോ. സിനിമയ്ക്ക് ഇപ്പം പറഞ്ഞാലും മൗത്ത് പബ്ലിസിറ്റി വന്നാലും എല്ലാം ഉണ്ടാവും. അതിന് അത്ര വലിയ കാര്യം എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമയ്ക്ക് കോടികളാണ് മുടക്കിയിട്ട് അവര് പ്രൊമോഷൻ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഉപയോഗിച്ച ആരോപണം പ്രകാരം അവർക്ക് കോടികൾ കൊടുത്തിട്ട് പ്രൊമോഷൻ കൊടുത്തിട്ട് എത്ര പ്രൊമോഷൻ നടത്തിയാലും ഒരാഴ്ച ഉണ്ടാവും. ഈ പറഞ്ഞ നെഗറ്റീവ് പബ്ലിസിറ്റി പറഞ്ഞാലും ഫസ്റ്റ് ഡേ റിവ്യൂ പറഞ്ഞാലും ഒരാഴ്ച കൊണ്ട് ഇതെല്ലാം തിരിയും. ഫസ്റ്റ് ഷോ എന്തായാലും ഫാൻ ഷോ കാണാൻ വേണ്ടി പോകുന്നത് എന്താ ഒരുവിധം അവരെ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് നല്ലതാണോ രക്ഷമാണോ. ഇതിനിപ്പോൾ നെഗറ്റീവ് റിവ്യൂവിൻ്റെ കാര്യം പറഞ്ഞു, അശ്വിനി ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഈ സിനിമാക്കാർ ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്, വളരെയധികം പറ്റിക്കുന്നുണ്ട്. അതായത് ഈ നമ്മളിപ്പോൾ റിവ്യൂ പറയുന്നവരല്ല യാഥാർത്ഥ്യ സിനിമ നമ്മളെ കാഴ്ചക്കാരെ പറ്റിക്കുന്നത്. ഇവരൊരു ഷോ തുടങ്ങി വൈകുന്നേരം ആകുമ്പോൾ ഒരു കേക്ക് കട്ടിങ് നടന്ന പരിപാടി ഉണ്ടായിരുന്നു കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ്, അല്ലെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ. അന്ന് കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയ ഇടും, പണം മുമ്പ് ഹിറ്റാന്ന് പറയും. പടത്തിൽ ഒരു 10 പേര് പോലും കാണുന്നില്ല പല തിയേറ്ററിൽ. അവിടെ നമ്മളെ പറ്റിക്കണം, കളക്ഷൻ റെക്കോർഡ് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ചെയ്യുന്ന വേറെ പരിപാടിയാണ് ട്രെയിലർ ലീക്കായി, അതുപോലെ തന്നെ ടീസർ ലീക്കായിട്ട് പറഞ്ഞിട്ട് ഒരു തട്ടിപ്പാണ്. സത്യമായിട്ട് ഇവർ നമ്മളെ പറ്റിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രഹ്മാണ്ഡം എത്ര എടുക്കുന്നു, വലിയ സിനിമ എടുക്കുന്നു, ഇത്ര കോടികൾ മുടക്കുന്നു. അവർ തന്നെ പറയുന്നത് കേട്ടോ കോടികൾ മുടക്കുന്നു. എന്നിട്ട് അവർ പറയുന്നത് ലീക്കായെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ലീക്ക് ആകുമ്പോഴത്തേക്ക് അതിനകത്ത് റീച്ച് കൂടുകയാണ്. സാധാരണ ഒരു വാർത്ത വരുന്നവരെ എല്ലാ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളിലും ചാനലുകളും വാർത്ത വരുന്നത് ടീസർ പുറത്തിറങ്ങും. കാരണം ലീക്കായെന്ന് പറഞ്ഞൊരു വാർത്ത വരുന്നു, അതിനോടൊപ്പം തന്നെ ടീസർ പുറത്തിറങ്ങുന്ന വേറെ വാർത്ത വരുന്നു. അപ്പൊ അവരോട് നമ്മളെ പറ്റിക്കുകയാണ്. അപ്പൊ ഈ സിനിമക്കാരെ എങ്ങനെ നെഗറ്റീവ് റിവ്യൂ ഈ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവരും ചെയ്യുന്നുണ്ട്. ഈ പോയിന്റിൽ എനിക്കൊന്ന് പറയാനുള്ള സൂത്രവാക്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഷൈൻ ടോം ചാക്കോ, ബിൻസി അലോഷ്യസ് ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ. അതിൻ്റെ അകത്തേക്ക് വരുമ്പോ അവര് ഈ പോസ്റ്റർ പ്രൊമോട്ട് ചെയ്ത് തന്നെ ഈ വിവാദത്തിന് ശേഷം ഇവർ ആദ്യമായിട്ട് ഒന്നിക്കും. അതായത് ഈ ടീം പുറത്തിറക്കുന്ന പോസ്റ്ററുകൾ അല്ലെങ്കിൽ സിനിമ ഈ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇവര് പരസ്പരം മാപ്പ് പറഞ്ഞ് ഒരുമിച്ച് വന്നിരുന്നിട്ട് അതൊരു പബ്ലിസിറ്റി. അപ്പൊ കാണുന്ന നമ്മൾ അല്ലെങ്കിൽ അതിന് പ്രതികരിച്ച നമ്മൾ പൊട്ടന്മാരായി. അത്രേ അതിന്റെ രീതിയാണ് എല്ലാവരും ഈ പറഞ്ഞ. ഏറ്റവും സിനിമേനേക്കാൾ ഇപ്പം എന്ത് മാർക്കറ്റ് ചെയ്താലും നേരത്തെ അശ്വിനി പറഞ്ഞ സ്ഥാനമുണ്ട്. ഒരു സിനിമ ഉദാഹരണം പറയുന്നുണ്ട്, എത്ര മാർക്കറ്റ് ചെയ്താലും എനിക്കൊന്നും ഒരാഴ്ചക്ക് അപ്പുറത്തൊന്നും നിൽക്കില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് മനസ്സിലാവും എന്താ സാധനം, അതിന് കതിരും വരും തെളിയും, പിന്നെ ആൾക്കാർ അത് പടം ഫ്ലോപ്പ് ആവാം. പക്ഷെ എങ്കിൽ കൂടി ഒരു ഇനീഷ്യൽ കളക്ഷൻ കിട്ടുന്നതും ഈ പറഞ്ഞ സാറ്റിലൈറ്റ് ഇപ്പം പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിൽ വേണ്ടിയിട്ടുള്ള തട്ടിപ്പായിരിക്കും നടത്തുന്നത്.
അതിൽ റിവ്യൂ ഇപ്പം വേണ്ട പറയുന്നത് നിയമം നിർമ്മിക്കണം സർക്കാരിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് അതിനെനിക്ക് യോജിപ്പൊന്നുമില്ല. ഫസ്റ്റ് ഡേ ആയാലും സെക്കൻഡ് ഡേ ആയാലും റിവ്യൂ പറയുന്നത് റിവ്യൂ എപ്പോഴായാലും പറയണം. അത് അഭിപ്രായം പറയുന്നത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പോകണോ വേണ്ടത് എല്ലാവരും ഒരാൾ ചിന്തിക്കേണ്ടതാണ്. പക്ഷെ ഇപ്പൊ ഒരാളെ കണ്ടിട്ട് ഇപ്പൊ ജീവി പറഞ്ഞാൽ ഒരു സാധാരണക്കാരന്റെ കുടുംബം 1000 രൂപ കൊടുത്ത് സിനിമ കാണാൻ വേണ്ടി പോകുമ്പോൾ അയാൾക്കത് പ്രതികരിക്കേണ്ടതുണ്ട്. ഇവര് പിന്നെ ലൈറ്റ് ബോയ് മുതൽ പ്രൊഡ്യൂസർ വരെ കഷ്ടപ്പാടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഒരാൾ മഴയത്തും മണിക്കൂയിട്ട് എടുക്കുന്ന സിനിമയാണ്. അപ്പോൾ ഞങ്ങളോട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പറയുമ്പോൾ അത് ഉൾക്കൊള്ളണം. അതിൽ നിന്റെ അഭിനയം കൊള്ള പറയുമ്പോൾ കാണണം, അല്ലെങ്കിൽ അതിന് രാഷ്ട്രീയപരമായിട്ട് കാണുന്നു, ഇന്നയാളുടെ മോനായിട്ട് കാണുന്നു എന്ന് പറഞ്ഞ കാര്യമില്ല. അതിന്റെ ട്രെയിലറും ടീസറും കാണുമ്പോൾ നമുക്കറിയാം എന്താ നടക്കാൻ പോകുന്നത്. ഹെൽമെറ്റ് എല്ലാം വിളിക്കുന്ന ഒരു സാധനം കാണുമ്പോൾ നമുക്കറിയാം എന്താ നടക്കാൻ പോകുന്നത്. അപ്പൊ അതിലുള്ള കാര്യമൊന്നും നിനക്ക് തോന്നിയില്ല. ഇതിപ്പോ ലിജിൻ പറഞ്ഞ പോലെ ഇതൊരു ശ്രേണിയാണ്. അൾട്ടിമേറ്റ് ആയിട്ട് ഞാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാല് ലൈറ്റ് ബോയ് മുതൽ പ്രൊഡ്യൂസർ മുതൽ ഇപ്പൊ അത് യൂട്യൂബേഴ്സ് വരെ, അതായത് ഇതിന്റെ അകത്ത് ഈ സിനിമ എന്ന് പറയുന്ന വ്യവസായത്തിന്റെ ചുറ്റിപ്പറ്റി കുറെ അതിന്റെ അകത്ത് ഉണ്ടാക്കുന്ന ഒരു വരുമാനം എന്നതിന് മാത്രമേ ഇതിനെ കാണാൻ പറ്റൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പൊ അശ്വൻ കോക്കിന്റെ ഒരാളുടെ കാര്യം വെച്ചിട്ട് ഈ റിവ്യൂ പറയുന്നതിന് പൈസ മേടിക്കുന്നു, ഇതൊന്നും നമുക്ക് തെളിയിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. അതിന്റെ പശ്ചിമ പറഞ്ഞതിന്റെ അകത്തൊരു കാര്യമുണ്ട്. പല സിനിമകളും അശ്വൻ കോക്കിന്റെ റിവ്യൂ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ 10 ലക്ഷം, 5 ലക്ഷം, 7 ലക്ഷം ഉണ്ട്. ഇത്ര പേര് കൂട്ടി 5000 പേര് പോലും പല സിനിമകളും കണ്ടിട്ടില്ല. പക്ഷേ അശ്വൻ കോക്കിന്റെ റിവ്യൂ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട്. അത് തന്നെയാണ് ഈ സിനിമാക്കാരെ ചൊടിപ്പിക്കുന്ന കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു തട്ടിക്കൂട്ട് സാധനം ഇറക്കി വിട്ടതിൽ നാട്ടുകാർ കാണണം ഒരു വാശി ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ. ഇപ്പോഴതിന് ആ വാശിക്ക് ഇച്ചിരി കുറവ് വന്നിട്ടുണ്ട്. കാരണം സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ട്. ഈ സാധനം OTT വിറ്റ് പോകണം എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. തിയേറ്റർ ഹിറ്റ് ആയാലും OTT അതേ എമൗണ്ടിൽ നമുക്ക് ഒരു പ്രോഫിറ്റ് കിട്ടുവാണെന്നൊരു തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ കാഴ്ചക്കാരെ പ്രേക്ഷകരെ പറ്റിക്കുന്ന രീതിയിൽ സിനിമക്കാരെ അന്ന് നടത്തിയിരുന്നു. ഇപ്പം പറയുന്ന കേക്ക് കട്ടിങ് മുതൽ അല്ലെങ്കിൽ ടീസർ പുറത്തായെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പടം വിജയമാണെന്ന് പറഞ്ഞിട്ട് ഇവർ അന്ന് തന്നെ തിയേറ്റർ ഫുൾ എന്നൊക്കെ പറഞ്ഞ ഒരു ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാവിലെ ഒരു വർഷമൊക്കെ ചിലപ്പോൾ കാര്യം രാവിലെ ആണെങ്കിലും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു തിയേറ്റർ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൂട്ടി പോസ്റ്ററൊക്കെ ഒട്ടിച്ച് അവിടെ അങ്ങ് സെറ്റാക്കി അങ്ങ് വെച്ചിരിക്കുകയാണ്. ആൾക്കാർ പറ്റിക്കുകയാണ്. എന്നിട്ട് അതിനെ ഒന്ന് വിമർശിക്കാൻ പാടില്ലെന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ള വിമർശിക്കുക തന്നെയാണ് എല്ലാവരും പ്രതികരിക്കുകയും വേണം. പക്ഷെ ഇങ്ങനെയുള്ള ഏതൊരു ചളിപ്പാട് എടുത്താലും നാട്ടുകാരെ ഒന്ന് കണ്ടോണം. ഞങ്ങൾ എന്ത് സാധനം എടുത്ത് കണ്ടാലും നിങ്ങളത് കണ്ട് വിമർശിക്കാതെ പോസിറ്റീവായിട്ട് മാത്രമേ സംസാരിക്കാവുള്ളൂ എന്നൊക്കെ പറയുന്ന വാശിയൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കോക്കിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ കോക്ക് അതേ രീതിയിൽ തന്നെ പറഞ്ഞു. കോക്കിന് ഒരു ആരാധകരുണ്ട്. കോക്ക് ആ ആരാധകർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ചില സിനിമകൾ അദ്ദേഹം സോഫ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള ബജറ്റും കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പല കേസുകളിൽ സംസാരിക്കാറുണ്ട്. അങ്ങനെ ചില സിനിമകളെ മാത്രമേ അദ്ദേഹം അടച്ചാക്ഷേപിക്കുന്നു. അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി വ്യക്തിഗത ഒഴിവാക്കിയുള്ള സംസാരം അതാണ് അദ്ദേഹത്തിന് കൂടുതലും വരുന്നത്. ഈ പറഞ്ഞ വിഷയത്തിൽ ഉൾപ്പെടെ അയാൾ ക്യാഷ് വാങ്ങി പറയുമ്പോൾ അത് ഈ പറഞ്ഞ അയാൾ പ്രതികരണം വന്നല്ലോ. ഈ കോക്കിന്റെ പ്രതികരണം വന്ന ശേഷം ഇതേ പറഞ്ഞ നടന്നെ വന്നിട്ട് പറഞ്ഞത് അയാളല്ല വാങ്ങിയത്, അയാളുടെ ടീമാണ് ചോദിച്ചത് അത് പോയി അതാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ അയാളെ പോയി ചൊറിഞ്ഞിട്ട് അയാൾ പറഞ്ഞത് കേട്ടിട്ട് പിന്നെ പറഞ്ഞതിൽ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിപ്പം പറഞ്ഞ കോക്കിന്റെ വിശ്വാസ്യത തകർക്കാന്നുള്ളത് ഇപ്പൊ ഈ അടുത്ത ഒരു 2-3 വർഷമായിട്ടുള്ള ശ്രമമാണ്. ഇന്നാണ് തുടങ്ങിയത്. കാരണം കോക്കിന്റെ റിവ്യൂ ഇത്ര റീച്ച് കിട്ടുമ്പോ കോക്കിനെ തകർക്കാൻ പറ്റും. മാർക്കറ്റിംഗ് വന്നു. കോക്ക് പ്രതികരിച്ച പടമില്ല. കോക്കിന്റെ നമുക്കറിയാം എല്ലാ പടത്തിലും കയറി കോക്ക് തലവെക്കാറില്ല. അപ്പൊ അതിലും പ്രധാനപ്പെട്ട നടന്മാരെങ്കിലും ബിഗ് ബഡ്ജറ്റ് ഇതൊക്കെ വെക്കാറുള്ളൂ. അപ്പൊ ഇങ്ങനെ സാധനം വരുമ്പോ കോക്ക് പ്രതികരിച്ച സിനിമയാണ്. കോക്ക് റിവ്യൂ പറഞ്ഞ സിനിമയാണെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പബ്ലിസിറ്റി കിട്ടി. അതും പിടിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പണ്ട് തിയേറ്റർ പോയിട്ട് കടലക്കാരൻ വരെ ആയിരുന്നു ഒരു ശ്രേണിയെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് എല്ലാം ഇതിൽ ശ്രേണിപ്പെടുന്നതാണ്. അവർക്കും ജീവിക്കണം. അത് കേട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ പോകണ വേണ്ടി നമുക്ക് ഇത്തരം ചിന്തിക്കാം. പക്ഷെ റിവ്യൂ ഒരിക്കലും ഈ റിവ്യൂ വരുന്നത് നിയന്ത്രിക്കാൻ നോക്കാൻ വരാൻ പാടില്ല. വ്യക്തിയെ ഒഴിവാക്കാം. പക്ഷെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞിട്ട് എന്നെ എന്ന് പറയുന്നത് എന്നെ ചീത്ത വിളിക്കുന്നത് യാതൊരു തെളിവില്ലാതെ കോക്ക് ഇതുപോലെ പൊട്ടിത്തെറിച്ച് സംസാരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് യാതൊരു തെളിവില്ലാതെ സംസാരിച്ചു എന്നുള്ളതാണ്. അതിപ്പോ നമുക്കെതിരെയാണെങ്കിലും അല്ലെങ്കിൽ ഒരു വേറെ വ്യക്തിക്കെതിരെയാണെങ്കിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും അറിയപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഇതുപോലെ ആക്ഷേപം ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഇതേ രീതിയിൽ പ്രതികരിക്കും. ചിലർ വേറെ രീതിയിൽ പ്രതികരിക്കും, ചിലർ നിയമപരമായിട്ട് പ്രതികരിക്കും, ചിലർ ഇതുപോലെ പൊട്ടിത്തെറിക്കും. ആ രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുള്ളൂ. ഇവരിങ്ങനെ ഈ ബലം പിടിക്കുന്നുണ്ടെങ്കിൽ ഇവരെ തെളിവ് കാണിക്കട്ടെ. കോക്ക് പറയുന്നുണ്ടല്ലോ ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ തെളിവ് കാണിക്കും. ഈ തെളിവൊന്നുമില്ല. മാറ്റി പറഞ്ഞത് അയാൾ അല്ലെങ്കിൽ അയാൾ ടീമായിരിക്കും പറഞ്ഞത്. അത് അവർക്ക് തോന്നിയ പോലെ പറയുന്നതാണ്. അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് പറയുമ്പോൾ തിരിച്ചും പറയും. അത് നമ്മളിപ്പോ ഗിവൻടേക്ക് ആണ്. അപ്പം പറയുന്നത് കിട്ടും. പക്ഷേ ഈ പറഞ്ഞ റിവ്യൂല് ഈ സോഷ്യൽ മീഡിയയിൽ വരാൻ വേണ്ടി വൈറലാകാൻ വേണ്ടി അയാളുടെ പല രീതിയിൽ പറയുന്നു. അതിൽ ഈ പറഞ്ഞ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണമെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ നമുക്കിപ്പോ നിങ്ങൾ ഇങ്ങനെ പറയാൻ പറ്റുന്നത് ഈ പറഞ്ഞ സിനിമ നല്ലതാണെന്ന് പറയുന്ന പോലെ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോട് പറയാൻ വേണ്ടി നമുക്ക് പറ്റില്ല. പറഞ്ഞ പോലെ ഈ മമ്മൂട്ടി പടങ്ങളെ ഭയങ്കരമായിട്ട് കടന്നാക്രമിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പണ്ട് പുള്ളി അതിന്റെ ഭാഗമാണ്. അയാൾക്ക് ഇങ്ങനെ സ്റ്റാർഡം ഇല്ല. സ്റ്റാർഡത്തെ ആഘോഷിക്കുന്ന ഒരു തരത്തിലേക്ക് അല്ല. അതിപ്പോ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്.
അശ്വന്ത് കോക്കിനെതിരെ വന്ന വേറൊരു സാധനമാണ് ഈ നൻപകൽ നേരത്ത് മയക്കം പലർക്കും ഇഷ്ടപ്പെടാത്ത സിനിമയാണ്. പക്ഷെ അശ്വന്ത് കോക്ക് വളരെ നല്ല സിനിമ എന്ന് പറഞ്ഞ അഭിപ്രായം പറഞ്ഞൊരു സിനിമയായിരുന്നു. അപ്പം മമ്മൂട്ടി ചിത്രങ്ങൾ ഈ അടച്ചാക്ഷേപിക്കുന്ന സാധനത്തിലോട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അല്ല, മമ്മൂട്ടിയുടെ ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റ് പടമാണ്. അതിലാണ് ഈ ഇതൊക്കെ പറയുന്നത് ഓരോ വ്യക്തികളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. റിവ്യൂ എന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുന്നത് ഓരോ വ്യക്തികളെ അടിസ്ഥാനമാക്കി. എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ, എനിക്ക് കാത്തിൽ എന്ന് പറയുന്ന സിനിമ എനിക്ക് വർക്കായിട്ടില്ല. അത് പേഴ്സണൽ അഭിപ്രായമാണ്. ഇപ്പൊ അശ്വന്ത് കോക്കിന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. റിവ്യൂ പറയുന്നത് വേറെ, ക്രിറ്റിസിസം വേറെ, സിനിമ പ്രൊമോഷൻ വേറെ, ഇതൊക്കെ കൂട്ടിക്കുഴക്കുമ്പോഴാണ് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെ, അശ്വന്ത് കോക്കിന്റെ കാര്യം പറയുമ്പോഴേ വേറൊരു രസകരമായിട്ടുള്ള കാര്യമുള്ളത്, ഞാനുൾപ്പെടെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഞാൻ അശ്വന്ത് കോക്കിന്റെ വീഡിയോസ് കാണാറുണ്ട്. അത് എപ്പോഴെന്ന് വെച്ചാൽ സിനിമ കാണുന്നതിന് മുമ്പല്ല, ഞാനൊരു സിനിമ കണ്ടതിന് ശേഷം അശ്വന്ത് കോക്കിന്റെ റിവ്യൂ കാണാറുണ്ട്. ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം ചില നമ്മളിപ്പം പ്രതീക്ഷിക്കാതെ മോശമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു സിനിമ അയാൾ അതിനെ കീറി മുറിച്ച് പറയുന്നൊരു രീതിയുണ്ട്. ഇത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ സിനിമ ഇയാളുടെ റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോകാറില്ല. ഈ പറഞ്ഞ നമ്മളിപ്പോ ഒരു പടം കാണാൻ പോയി, പടം ഫ്ലോപ്പാണ്, നമുക്ക് വർക്കായില്ലെങ്കിൽ, നമുക്ക് നിരാശയുണ്ടെങ്കിൽ കോക്കിന്റെ റിവ്യൂ ആണ് നമുക്ക് സന്തോഷം തോന്നും. കിട്ടിയത് നമുക്ക് പറയാൻ പറ്റുന്ന കോക്ക് എത്രയോ ആളെ എത്തിക്കുമല്ലേ, അങ്ങനെ സന്തോഷം തോന്നും. അത് വേറെ സന്തോഷമാണ്. ഈ പറഞ്ഞ പൈസ നഷ്ടപ്പെട്ടതിന് സന്തോഷിക്കാനുള്ള ഒരു വേദിയിട്ടാണ്. റിവ്യൂ പറഞ്ഞിട്ട് പൊട്ടിയൊരു സിനിമ എന്റെ റിവ്യൂല് വളരെ കുറവാണ്. അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. റിവ്യൂ പറയാണ്ട്, ഐ മീൻ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് കണ്ട് വിജയിച്ച കുറെ സിനിമകളുണ്ട്. ഇപ്പൊ ഹോം, RDX ഇതുപോലെയുള്ള സിനിമകളെല്ലാം മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ജയിച്ചതാണ്. അങ്ങനെ നല്ല സിനിമകൾ വരട്ടെ, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടത് കാണട്ടെ. മറ്റുള്ളവരുടെ അഭിപ്രായമല്ല, അവരവരുടെ അഭിരുചിയാണ് സിനിമയെ വർക്ക് ചെയ്യുന്നത്.